നമസ്കാരം. നമുക്ക് ഓരോ കാലാവസ്ഥയിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും ഒക്കെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരുപാടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് പുറമേക്ക് തന്നെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ മുഖത്ത് വരുന്ന ചില കൊളാജൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതല്ല, ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസിൻ്റെയൊക്കെ തന്നെ കുറവ് മൂലം നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാം. അത് ഫസ്റ്റ് നമുക്ക് ശരീരത്തിലേക്ക് പ്രകടിപ്പിക്കുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കും. കാരണം ഏറ്റവും വലിയൊരു അവയവമായ ചർമ്മമായതുകൊണ്ട് ചർമ്മത്തിൽ ചില ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ നഖം ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നതോ, പുറമേയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ശരീരം തന്നെ കാണിച്ചു തരും. അതിനുശേഷം അത് ഉള്ളിലേക്ക് പലവിധ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കാറുമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസിനെയും മിനറൽസിനെയും ഒക്കെ തന്നെ നോർമലാക്കി നിർത്താനും, അല്ലെങ്കിൽ ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ചില കാര്യങ്ങൾ. അതിൽ നിങ്ങൾക്ക് സീഡ്സും നട്ട്സും ഒക്കെ ഉൾപ്പെടും. പലപ്പോഴും തന്നെ ഇത് നമ്മൾ വലിയൊരു ക്യാഷ് കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു കാര്യമായതുകൊണ്ട് പലപ്പോഴും നമ്മളതിനെ മാറ്റി നിർത്താറുണ്ട്. എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ, നമ്മൾ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡുകളേക്ക് ആശ്രയിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ അത് ഒരുപാടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 30-35 ശേഷമൊക്കെ തന്നെ നമുക്ക് പലവിധ പ്രശ്നങ്ങൾ, കാൽസ്യത്തിൻ്റെ കുറവ് മൂലവും അല്ലെങ്കിൽ അയണിൻ്റെ കുറവ്, സിങ്കിൻ്റെ കുറവ്, ഇതൊക്കെ തന്നെ കോമൺ ആയിട്ടുള്ളതാണ്. ലേഡീസിനാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മുടെ അനീമിയ കേസില്ലേ, വിളർച്ചയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പലപ്പോഴും തന്നെ ചോദിക്കാറുണ്ട് പ്രമേഹ രോഗികൾക്കൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത്. പ്രമേഹ രോഗികൾ നമ്മൾ ചക്കക്കാലം മാങ്ങക്കാലം ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ മധുരത്തിന് അഡിക്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അല്പം മധുരം കഴിക്കാമെന്നുണ്ടെങ്കിൽ മറ്റുള്ള മധുരങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് ഇതുപോലുള്ള ഹെൽത്തി മിക്സ് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പ്രമേഹ രോഗികളാണെങ്കിലും മധുരം ഒട്ടും ഉപയോഗിക്കുന്നവരാണെങ്കിലും അതിന് പകരം എന്തുപയോഗിക്കും എന്നുള്ളൊരു സംശയം പലപ്പോഴും വരാറുണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കും കൂടെ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഹെൽത്ത് മിക്സ് തയ്യാറാക്കാൻ അതിൽ എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമുള്ളതെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം എടുത്തിട്ടുള്ളത് ഓട്സ് ആണ് കേട്ടോ. സ്റ്റീൽ കട്ട് ഓട്സ്, അതായത് മുഴുവനായിട്ടുള്ള ഓട്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴമാണ്. ഇത് അത്ര തന്നെ പേസ്റ്റാക്കി എടുക്കാൻ ഈസി ആയിട്ടുള്ളതല്ല, കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് കേട്ടോ കിട്ടിയുള്ളത്. മറ്റേ ടൈപ്പാണ് ഒന്നുകൂടെ നല്ലത്. ഇനി ഞാനിവിടെ വറുക്കാത്ത കടലയാണ്, അതൊന്നും വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിലേക്ക് അതൊരു ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ്, സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഇരുത്താനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നെക്സ്റ്റ് മഖാന അല്ലെങ്കിൽ താമര വിത്ത്. ഇതൊന്നും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ, ഒരുപാടൊന്നും അളവിൽ വേണ്ട, നമ്മൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടുവേ. ഇനിയിപ്പം ഈ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ളിന് പകരം വേണമെങ്കിൽ വെള്ള കളറിലുള്ളതും എടുക്കാം. കയ്യിലുള്ളത് ഏതാണോ അതിനനുസരിച്ച്. കുറച്ച് സീഡ്സ് എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ സീഡും പംകിൻ സീഡും 2 വാൽനട്ട് എടുത്തിട്ടുള്ളൂ. വാൽനട്ടിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് കിട്ടാനില്ല, വളരെ കോസ്റ്റ്ലി ആണെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും വേണ്ട, 2 എണ്ണം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷണലാണ്. അതുപോലെ 2 ഏലക്കായയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഡേറ്റ്സ് ഒഴികെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇത് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. എള്ളൊക്കെ തന്നെ ഇതിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി പുറത്തേക്ക് തെറിച്ച് വരും കേട്ടോ, പൊട്ടി പോകുന്നത്. അതിൻ്റെ ഒരു പാകം അതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടുരുളിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിയാക്കി എടുത്തതിന് ശേഷം ആണ് നമുക്ക് ഈ ഒരു
ലഡു തയ്യാറാക്കേണ്ടത്. അല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഈത്തപ്പഴം ഇട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് കുറച്ച് ഹാർഡായതുകൊണ്ട് ആ പേസ്റ്റ് രൂപത്തിൽ കിട്ടിയില്ല. മറ്റ് പ്രശ്നമൊന്നുമില്ല, അതിന് കുറച്ച് മധുരം കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇനി ആ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. കാരണം മധുരം വളരെ കുറവായത് കാരണം ഞാനിതിലേക്ക് ഇനിയിപ്പം നിങ്ങൾ ഡേറ്റ്സ് മാത്രം നല്ല പഴുത്ത ഡേറ്റ്സ് ആണ് ഇടുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല മധുരം ഉണ്ടാവും, എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമില്ല. അല്പം തേങ്ങ ചിരിവേതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മധുരത്തിന് സ്റ്റീവിയ പൗഡറാണ്. സ്റ്റീവിയ പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ സ്റ്റീവിയ പൗഡറാണ്. ഇത് തന്നെ 0 കലോറി 0 ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതുപോലെ തന്നെ ഓർഗാനിക്കലി എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള പൗഡറാണ്. ഈ മധുര തുളസി എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ പഞ്ചാരം കൊല്ലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് ആ ഒരു ഇലയാണ് കേട്ടോ, ഒരു തരം തുളസിയാണ്. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒരു പേടിയും വേണ്ട. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനിപ്പം നമ്മൾ എന്തെങ്കിലും ബേക്കിംഗ് ഡിഷസ് ഉണ്ടാക്കുകയാണല്ലോ, ചായയും കോഫിയും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതിലൊക്കെ ചേർക്കാം. നമ്മൾ പഞ്ചസാരയുടെ രൂപം തന്നെ അതിലേക്ക് ചേർക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 0 ഷുഗർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് കണ്ടോ, വളരെ തരിതരിയായിട്ട് നമ്മുടെ സാധാരണ പഞ്ചസാരയുടെ ഒരളവ് തന്നെയാണ്. അപ്പം വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ടേസ്റ്റ് മധുരം കൂടുതലുള്ളവരുണ്ടാവും, കുറവുണ്ടാവും, നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പൗഡറാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ. ഞാൻ കുറച്ച് നാളുകൊണ്ടൊക്കെ ചില സമയത്ത് നമുക്ക് വളരെ ഒരു ക്രേവിങ്സ് വരുന്ന സമയത്ത് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള സ്റ്റീവിയ പൗഡറിനെയൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഇത്തരം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. മധുരം എപ്പോഴും തന്നെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കഴിവതും ഒഴിവാക്കാൻ തന്നെയാണ് പറയാറുള്ളത്. മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്ന്, നമുക്ക് വെയിറ്റ് ഗെയിൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതായത് അമിതമായിട്ട് നിങ്ങൾ തടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയറ്റിൽ നിന്നും മധുരത്തെ ഒഴിവാക്കുക എന്നുള്ള. മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നാൽ, ചായയിലോ കാപ്പിയിലോ അല്ലെങ്കിൽ ശീതള പാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, മധുര പലഹാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഒന്ന് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് മധുരത്തോട് തന്നെ ഒരു കഴിക്കണം എന്നുള്ള ആ ഒരു ശങ്ക തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്തായാൽ ഇതുപോലുള്ള സ്റ്റീവിയ ഉപയോഗിക്കാം. ചില ഡയറ്റിൽ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഓവറോൾ നമ്മുടെ ബോഡിക്ക് തന്നെ വളരെയധികം മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. നിത്യ യൗവനത്തിനും കൂടെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം നിർത്തുകയും അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെറിയൊരു വ്യായാമം കൊടുക്കുന്നതും ഇതുപോലുള്ള ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ചർമ്മത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലും എടുത്തു പറയാറുള്ളത്. പുറമേ നമുക്ക് കാണുന്ന ഒരു അവയവമായതിനാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ചർമ്മത്തെ എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, നമുക്ക് വരുന്ന ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളെ തടുത്തു നിർത്താനും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കുന്നത് തന്നെയാണല്ലേ നല്ലത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുഗറിനെ കട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ സ്റ്റീവിയ പൗഡർ ഉപയോഗിക്കാം. ഹെൽത്തി ഡയറ്റിൽ പലപ്പോഴും തന്നെ നമ്മുടെ വൈറ്റമിൻസിനെയൊക്കെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ഹെൽത്തി ഫുഡ് ഡയറ്റും കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അന്ന് തയ്യാറാക്കിയിട്ടുള്ള മിക്സ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊക്കെ ശീലിപ്പിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും നമ്മൾ മധുര പലഹാരങ്ങൾ വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ തുടർന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.